എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ നമ്മൾ വറ്റൽമുളക് വെച്ചിട്ടായിരിക്കണം ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കേണ്ടത്. മുളക് പൊടി എടുക്കരുത്. ഞാൻ അതിൻ്റെ ഞെട്ടയ്ക്ക് ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ചട്നി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. എല്ലാത്തിൻ്റെയും ആ ഞെട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചമ്മന്തി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് വറ്റൽമുളക് എടുക്കുക. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ. ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മുളക് ഒന്ന് മുങ്ങിക്കിടക്കത്ത രീതിയിൽ വെള്ളം കൊടുക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾക്കിത് സോഫ്റ്റായിട്ട് കിട്ടും ഈ മുളക്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്നത് അരച്ചെടുക്കാനും പറ്റും. ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് ഇത് നന്നായിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല പോലെ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വറ്റൽമുളകിൻ്റെ അകത്തുനിന്ന് വീണ് കിടക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. 10ഓ 12ഓ ചെറിയുള്ളി എടുക്കുക. ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് പുളി, വാളംപുളിയാണ്. ഒരുപാടൊന്നും എടുക്കണ്ട, വളരെ കുറച്ചെടുത്താൽ മതി. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വറ്റൽമുളക് കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ആ വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി വെള്ളം വേണമെങ്കിൽ ആ വെള്ളമായിരിക്കണം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അരഞ്ഞു കിട്ടണം കേട്ടോ. ഇനി നമുക്ക് എളുപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2ഓ 3ഓ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾക്ക് മുളക് ബജ്ജിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിനകത്തേക്ക് ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട്. കുറച്ച് കായത്തിൻ്റെ പൊടി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുളകും ഉള്ളിയും കൂടിയുള്ള ഒരു പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഒരു 3ഓ 4ഓ മിനിറ്റെങ്കിലും നല്ലപോലെ ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വറ്റൽമുളക് കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ഒഴിച്ചിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇതിങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുന്ന ഒന്നല്ല, കുറച്ച് ചാറോട് കൂടിയാണ് ഈ ഒരു മുളക് ചമ്മന്തി നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് തിളപ്പിക്കുക, അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഡ്ലിയുടെയും ദോശയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള മുളക് ചമ്മന്തി പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.